ഈ ആഴ്ച OTT റിലീസ് ചെയ്ത സിനിമകൾ ഉൾപ്പെടെ 10 OTT അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിലാദ്യത്തേത് റീസെന്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാള സിനിമയായ വാഴ എന്ന ചിത്രമാണ്. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഇതാ ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. അടുത്ത ചിത്രം ബേസിൽ ജോസഫ് നായകനായെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു നുണക്കുഴി. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ പിന്നീട് C5 ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ചിത്രം C5ലൂടെ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. അടുത്ത ചിത്രം രവിതേജ് നായകനായെത്തി തിയേറ്ററിൽ നിന്ന് വൻ ഫ്ലോപ്പായ ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ. തിയേറ്ററിൽ നിന്ന് വൻ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ പിന്നീട് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഇപ്പോൾ ഇതാ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക തുടങ്ങിയ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് നാനി നായകനായെത്തിയ ചിരിപ്പോട ശനിവാരം എന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 27-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക തുടങ്ങിയ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് വിജയ് നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ വിജയ് ചിത്രമായിരുന്നു ഗോട്ട്. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുക്കാതെ പോയ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. റീസെന്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു ഗോട്ട്. 400 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 4-ാം തീയതി അല്ലെങ്കിൽ ഒക്ടോബർ 11-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള OTT അപ്ഡേറ്റുകൾക്കായും സിനിമ വാർത്തകൾക്കായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.